മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം മെയ് 19 ഞായറാഴ്ച പാർക്കിൻസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MN സുരേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റം കാരണം തദ്ദേശീയരായ തൊഴിലാളികൾക്ക് ജോലി കുറയുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ചെറിയ കൂലി വാങ്ങുന്നതാണ് ഇതിൽ ഒരു കാരണം. എന്നാൽ കേരളത്തിലെ ജീവിത സാഹചര്യത്തിൽ മിനിമം വേതനം 1000 രൂപ കിട്ടാതെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നമ്മളെ സംഘടന അല്ലെങ്കിൽ നമ്മളെ തദ്ദേശീയരായ തൊഴിലാളികൾ ഇന്ന് ഒരു വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം അന്യസംസ്ഥാന തൊഴിലാളികളുടെ അനിയന്ത്രിതമായ കടന്നുകയറ്റം കാരണം സ്വദേശീയരായ തൊഴിലാളികൾക്ക് തൊഴിൽ കുറഞ്ഞു വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. കാരണം സ്വദേശീയ മലയാളികളായ നമ്മൾക്ക് ഒരു മിനിമം വേതനം, ഒരു 1000 രൂപ എന്ന മിനിമം വേതനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബത്തെ നല്ല രീതിയിൽ അല്ലെങ്കിൽ മോശമല്ലാത്ത രീതിയിൽ സഹായിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അന്യസംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്കൊരു 200-300 രൂപ കിട്ടിയാൽ അവരെ സംസ്ഥാനത്തെ സംബന്ധിച്ച് അത് വലിയ തുകയാണ്. കാരണം കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു 1000 കിട്ടണം. പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്കൊരു 10, 200, 300 കിട്ടിയാൽ മതി. അങ്ങനെ നമ്മളെ ഇപ്പം ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നമ്മൾ ഏതെങ്കിലും ഒരു തുക പറഞ്ഞ സമയത്ത് അതിൻ്റെ പകുതി പോലും ഇല്ലാത്ത തുക പറഞ്ഞുകൊണ്ടാണ് അവർ ആ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം സ്വദേശീയരായ നമ്മൾക്ക് അനുഭവിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ലേബർ ഓഫീസിലേക്ക് ഒരു 2 മാസം മുന്നേ ഒരു വലിയൊരു ധർണ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മളെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന ഇന്ന് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ സൂചിപ്പിച്ചുകൊണ്ട് ഒരു വലിയൊരു നിവേദനം അതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊടുത്തിരുന്നു. പക്ഷേ അതിനൊരു നമുക്ക് അനുകൂലമായൊരു മറുപടി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന്, അല്ലെങ്കിൽ തൊഴിൽ വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ ലേബർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടവരിൽ നിന്ന് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കൊരു അനുകൂലമായൊരു നിലപാട് എടുക്കണമെന്നാണ് നമ്മൾ ഈ സമയത്ത് സംഘടനക്ക് പറയാനുള്ളത്. 2008 ആലച്ചുഴയിൽ രൂപം കൊടുത്ത സംഘടന 15 വർഷത്തിലധികമായി തൊഴിലാളികളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ബാബു പുന്നാട് അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ബാബു പുന്നാട്, സെക്രട്ടറി ശശീന്ദ്രൻ CV, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സുധൻ മട്ടന്നൂർ, രാജേഷ് കണ്ണൂർ തുടങ്ങിയവർ പങ്കെടുത്തു.